അതുകൊണ്ടാണ് ഇന്ന് വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ ഉദിച്ചതുപോലും അറിയാതെ അവൾ ഉറങ്ങിപ്പോയതും. രജനി അവളെ സൂക്ഷിച്ചു നോക്കി. എനിക്ക് അറിയാവുന്നതിൽ വെച്ച് ഇന്നാണ് നിന്റെ മുഖം ഇത്രയും തെളിഞ്ഞു കാണുന്നത്. ഒരു കുസൃതി ചിരിയോടെ അവൾ നീലിമയുടെ അരികിലേക്കിരുന്നു. ശരി, സത്യം പറ. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? ജഗൻ സാർ നിന്നെ എവിടേക്ക് കൊണ്ടുപോയത്? അത് ചോദിച്ചുകൊണ്ട് രജനി കള്ളച്ചിരിയോടെ അവളുടെ മുഖഭാവം നിരീക്ഷിച്ചു. ശരിയായ അഹങ്കാരിയാണ് നീ. ഞാൻ അത്രയും ദൂരം ചോദിച്ചിട്ടും നീ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെയല്ലേ അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാൽ നീ തന്നെ അത്ഭുതപ്പെടും. ആവേശത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന നീലിമയുടെ കണ്ണുകൾ കുട്ടിത്തം നിറഞ്ഞ സന്തോഷം തെളിഞ്ഞു. ഞാൻ പോയത് ഒരു ഫാഷൻ ഇവൻറ്റിലേക്കാടി. നമ്മുടെ സ്റ്റോറി ടോപ്പിലുള്ള കോസ്റ്റ്യൂം ഡിസൈനർമാരും ഫാഷൻ ഡിസൈനർമാരും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ ധരിച്ച് മോഡലുകൾ റാമ്പിലൂടെ നടന്നു വരുന്നത് കാണുമ്പോൾ ഹോ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നത് കാണണമായിരുന്നു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങി. ഇന്നലെ കണ്ട ഓരോ കാഴ്ചയും ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ. ഓരോ വാക്കിലും ആവേശം നിറഞ്ഞിരുന്നു അവളുടെ. രജനി അവളെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. തൻ്റെ കൂട്ടുകാരിയെക്കുറിച്ച് അവൾക്ക് നന്നായി അറിയാം. നീലിമയുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ദിവസം പ്രശസ്തയായ ഒരു ഫാഷൻ ഡിസൈനറായി മാറുക എന്നതായിരുന്നു. തൻ്റെ കൈകളാൽ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ ലോകം കാണണം. ആ വസ്ത്രങ്ങൾ ധരിച്ച് മോഡലുകൾ റാമ്പിലൂടെ അഭിമാനത്തോടെ നടക്കണം. അവരുടെ ഓരോ ചുവടിനും കയ്യടികൾ മുഴങ്ങി കേൾക്കണം. ആ സ്വപ്നം മാത്രമായിരുന്നു ഒരു കാലത്ത് അവളുടെ ജീവിത ലക്ഷ്യം തന്നെ. പക്ഷേ വിവാഹത്തിന് ശേഷം ആ സ്വപ്നങ്ങൾ ഓരോന്നായി കൊട്ടിയടച്ചു. ഉത്തരവാദിത്തങ്ങൾക്കുമിടയിൽ സ്വന്തം ആഗ്രഹങ്ങളും അവൾ മനസ്സിൻ്റെ ഏറ്റവും ആഴമുള്ള കോണിലേക്ക് ഒളിപ്പിച്ചു വെച്ചു. ഇന്നലെ ആ ഫാഷൻ ഷോ കണ്ടപ്പോൾ അവളുടെ സ്വപ്നങ്ങൾ വീണ്ടും പൂവണിഞ്ഞതുപോലെ തോന്നുന്നു. അത് മനസ്സിലാക്കിയ രജനി അവളുടെ കയ്യിൽ മെല്ലെ പിടിച്ചു. നീലിമ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്നലെ നീ ആ റാമ്പ് കണ്ടില്ലേ? നിന്റെ സ്വപ്നമാണ് നീ കണ്ടത്. ഒരു നാൾ ആ റാമ്പിലൂടെ നടക്കുന്നത് നിന്റെ ഡിസൈനുകൾ ധരിച്ച മോഡലുകളായിരിക്കും. അന്ന് ഏറ്റവും ഉറക്കെ കൈയടിക്കുന്നത് ഈ ഞാനായിരിക്കും. രജനിയുടെ വാക്കുകൾ കേട്ടതും അറിയാതെ നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് സങ്കടത്തിൻ്റെ കണ്ണീരല്ല. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങിയൊരു പെൺകുട്ടിയുടെ കണ്ണുകളിൽ വിരിഞ്ഞ പ്രതീക്ഷയുടെ തിളക്കമായിരുന്നു അത്. വാതിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടാണ് ഈ സമയത്ത് ആരായിരിക്കുമെന്ന് പിറുപിറുത്തുകൊണ്ട് രജനി വാതിൽ തുറന്നത്. വാതിൽക്കൽ നിന്ന് ആളെ കണ്ടതും അവളൊന്ന് അമ്പരന്നു. മുഖത്ത് പതിവിനേക്കാൾ ഗൗരവം, കണ്ണുകൾ കടുപ്പം നിറച്ച്. ജഗൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സർ, നിങ്ങളോ? അത്ഭുതത്തോടെ ചോദിച്ച് അവളെ മറികടന്ന് ജഗൻ നേരെ അകത്തേക്ക് കടന്നു. മുഖം പോലും കഴുകാതെ ബെഡിലിരുന്ന നീലിമയെ ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നീണ്ടു. ആ നോട്ടത്തിൽ പതിവ് കർക്കശത മാത്രമല്ല, അവളെ വിലയിരുത്തുന്ന ഒരു കൗതുകവും ഉണ്ടായിരുന്നു. ഇതിനു മുമ്പും പലതവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് അവൻ വീടിനകത്തേക്ക് ശരിക്കുമൊന്ന് ശ്രദ്ധിച്ചു നോക്കിയത്. വീട് എന്ന് പറയാൻ പോലും പ്രയാസം, ആവശ്യത്തിലുള്ള സാധനങ്ങൾ പോലും വിരളമായിരുന്നു അവിടെ. ആ ലളിതമായ ജീവിതം കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ അറിയാതൊരു ചോദ്യമുയർന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇവർ എങ്ങനെയാണ് ഇവിടെ ഇത്ര സന്തോഷത്തോടെ ജീവിക്കുന്നത്? അവൻ്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് രചനയുടെ ശബ്ദമുയർന്നു. സാർ, കാപ്പി കുടിക്കുമോ? ജഗൻ വേണ്ട എന്ന് പറയാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് തുടർന്നു. നീലുണ്ടാക്കുന്ന കാപ്പി കുടിച്ചിട്ടുണ്ടോ സാർ? ഒരു ദിവസം മുഴുവൻ നല്ല ഉന്മേഷം കിട്ടും. വേണമെങ്കിൽ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സാർ. അങ്ങനെ പറഞ്ഞ ശേഷം അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. നിരസിക്കാൻ തോന്നിയെങ്കിലും ഒടുവിൽ ജഗൻ സമ്മതമെന്നോണം തലയാട്ടി. ഇപ്പോൾ തരാം എന്ന് പറഞ്ഞ് രചന അടുക്കളയിലേക്ക് നടന്നു. അധികം വൈകാതെ രണ്ടുപേർക്കുമുള്ള ചൂട് കാപ്പിയുമായി അവൾ തിരിച്ചെത്തി. ഒരു കപ്പ് ജഗന് നേരെ നീട്ടിക്കൊടുത്ത് മറ്റൊന്ന് കയ്യിലെടുത്ത് അവളും കുടിക്കാൻ തുടങ്ങി. സർ, കാപ്പി എങ്ങനെയുണ്ട്? ഒരു കവൾ കുടിച്ച ശേഷം ജഗൻ കപ്പ് മേശപ്പുറത്തേക്ക് വെച്ചു. നിന്റെ ഫ്രണ്ടിനെ തന്നെ എല്ലാം അറിയാമല്ലോ. അല്പം ഗൗരവത്തോടെ തുടങ്ങിയ അവൻ്റെ വാക്കുകൾ കേട്ട് നീലിമയുടെ മുഖത്ത് പുഞ്ചിരി മങ്ങിപ്പോയി. ഒരു നിമിഷം അവളുടെ ഹൃദയം പിടഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം ജഗൻ്റെ ചുണ്ടിൽ ചെറിയൊരു പരിഹാസച്ചിരി തെളിഞ്ഞു. ടോപ്പ് ഡിസൈനർമാരെല്ലാം കുറ്റം പറയുകയല്ലേ ഇവൾ ചെയ്തിരിക്കുന്നത്? അവർ അത്ര സാധാരണക്കാരാണോ? അവനൊന്ന് നിർത്തി നീലിമയെ നോക്കി. അങ്ങനെയാണെങ്കിൽ നീലിമ മാഡം, നിങ്ങളുടെ ഡിസൈനുകൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതൊന്ന് തന്നാൽ ഞാനൊന്ന് ഇറങ്ങാം. അപ്രതീക്ഷിതമായ ആ ആവശ്യം കേട്ട് നീലിമ ഞെട്ടിപ്പോയി. ഡിസൈനോ? അത് ഞാൻ എടുത്തു കൊണ്ടുവരാം സർ എന്ന് പറഞ്ഞ് രജനി വേഗത്തിൽ അകത്തേക്കൂടി.
അലമാരി സൂക്ഷിച്ചിരുന്ന നീളമുള്ള വലിയ പേപ്പറുകൾ നിറഞ്ഞ സ്കെച്ച് ബുക്ക് എടുത്ത് അവൾ തിരിച്ചു വന്നത് ജഗൻ്റെ മുന്നിലേക്ക് നീട്ടി. രജനി, വേണ്ടടി. നീലിമ പരിഭ്രമത്തോടെ അവളെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് സ്കെച്ച് ബുക്ക് ജഗൻ്റെ കൈകളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. സർ, ഇതിലുള്ള എല്ലാ ഡിസൈനുകളും നീലിമ സ്വന്തം കൈകൊണ്ട് വരച്ചതാ. ഇങ്ങനെയുള്ള ഡിസൈനുകൾ വരയ്ക്കുകയും ഒരു നാൾ അവയ്ക്ക് ജീവൻ നൽകി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ. രജനി അഭിമാനത്തോടെ പറയുമ്പോൾ നീലിമയുടെ മുഖത്ത് നാണവും പരിഭ്രമവും ഒരുമിച്ച് വന്നു. ജഗൻ ഒന്നും പറയാതെ സ്കെച്ച് ബുക്ക് തുറന്നു. ഓരോ പേജും പതിയെ മറിച്ചു നോക്കാൻ തുടങ്ങി. ആദ്യ പേജ്, രണ്ടാമത്തെ പേജ്, പിന്നെയും പിന്നെയും. ഓരോ ഡിസൈനും കാണും തോറും അവൻ്റെ മുഖഭാവത്ത് നേരിയ മാറ്റങ്ങൾ പ്രകടമായി. അവൻ പ്രതീക്ഷിച്ചതിലും മികച്ചതായിരുന്നു ഓരോ വരയും. വരകൾക്ക് ഭംഗി മാത്രമല്ല, ഓരോ ഡിസൈനും അതിൻ്റേതായ വ്യക്തിത്വമുണ്ട്. അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴാണ് ടക് ടക് വീട്ടുവാതിൽക്കൽ ശക്തമായി ആരോ മുട്ടിയത്. ഇപ്പോൾ ഇനി ഇതാരാ? രജനി സംശയത്തോടെ വാതിലേക്ക് നോക്കി. ഇരിക്ക്, ഞാൻ പോയി നോക്കാം. സ്കെച്ച് ബുക്ക് അടച്ച് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ജഗൻ വാതിലിനരികിലേക്ക് നടന്നു. വാതിൽ തുറന്നതും പുറത്തു നിന്നിരുന്ന ആളുകളെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അതേസമയം അകത്തിരുന്ന നീലിമയുടെ മുഖം വിളറി വെളുത്തുപോയി. അമ്മേ! അവളുടെ ചുണ്ടുകൾ വിറച്ചു. വാതിൽക്കൽ നിന്നിരുന്നത് അവളെ പെറ്റു വളർത്തിയ അമ്മയും അച്ഛനുമാണ്. മുഖത്ത് അടക്കി വെച്ച ദേഷ്യവുമായി അവർ അകത്തേക്കു കയറി. നീലിമയെ കണ്ടതും അമ്മയുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ മാനം കളയാൻ വേണ്ടിയാണോടി നീ ഇവിടെ വന്ന് താമസിക്കുന്നത്? ആ വാക്കുകൾ വീടിനുള്ളിൽ മുഴങ്ങി നിന്നു. അമ്മേ! നീലിമ ശബ്ദമിടറി. എന്താടി? എന്താ അമ്മ? നിന്റെ ഭർത്താവ് വിളിച്ച് പറഞ്ഞത് കേട്ട് ഞങ്ങൾ തല ഉയർത്തി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോൾ. നിന്നെ പെറ്റു വളർത്തിയതിന് നല്ലൊരു പേര് തന്നല്ലോ നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. ഓരോ വാക്കും നീലിമയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞെങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു. അമ്മേ, നടന്നത് എന്താണെന്നറിയാതെ ഒന്നും പറയരുത്. ആദ്യം ഉള്ളിലേക്ക് കയറൂ. അച്ഛാ, നിങ്ങളും വരൂ. വളരെ ബഹുമാനത്തോടെ അവൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. പക്ഷേ മുന്നിൽ നിൽക്കുന്ന മകളെപ്പോലും അന്യയെപ്പോലെ അറപ്പും വെറുപ്പും കല്ലുന്ന നോട്ടത്തോടെ നോക്കിക്കൊണ്ടാണ് അവർ വീടിനകത്തേക്ക് കയറിയത് തന്നെ. ആ നോട്ടം, അത് മാത്രമായിരുന്നു നീലിമയുടെ ഹൃദയം പൂർണ്ണമായി തകർക്കാൻ മതിയായ കാരണം.